ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറും ഒരു കുപ്പി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നമ്മൾ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. ചപ്പാത്തിയൊക്കെ മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികളിപ്പോൾ സ്കൂളൊക്കെ ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ 2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രണ്ട് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതൊരു 6 പേർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതാ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നിറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ അരച്ചെടുക്കാൻ കൊണ്ടതിന് ശേഷമാണ് ഞാനിതിൽ ജീരകം ഇടാൻ മറന്നത്. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിക്കരുത് കേട്ടോ. ഇത് കറക്റ്റ് വെള്ളമാണ്. നമ്മൾ കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് അത്ര സോഫ്റ്റും കിട്ടൂല. അപ്പോൾ ഞാനിത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ആകുമ്പോൾ ഹെൽത്തി ആവില്ല. നമുക്ക് ഗോതമ്പ് പൊടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ. ഇപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമുക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് 2 കപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. എനിക്കിതിലേക്ക് കറക്റ്റ് 3 കപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം 2 കപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സാക്കി എടുത്തപ്പോൾ പൊടി കുറവുണ്ട്. അപ്പോൾ ഞാനിതാ 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ്, നല്ല കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് കൂടിയും പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ആക്കിയെടുത്തപ്പോൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന തരത്തിലാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പും കൂടി പൊടി എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്, എന്നാൽ നല്ല സോഫ്റ്റും ആയി പോകരുത്. ഒരു ചെറിയൊരു സോഫ്റ്റ് ലൂസിൽ വേണം കേട്ടോ. നല്ല ടൈറ്റ് ആകരുത്. നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴച്ചെടുക്കണ പോലെ ടൈറ്റിൽ കുഴച്ചെടുക്കണ്ട. ഇപ്പോൾ ഇതാ നമ്മൾ 1/2 കപ്പ് കൂടി എടുത്തെടുത്തപ്പോൾ പാകമായിട്ടുണ്ട്. ഇപ്പോൾ എന്നാലും നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു കയ്യിൽ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇത് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ പൊടി ഒന്ന് സെറ്റാവുകയോളം മാത്രം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കഴുകി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളൊന്ന് കൈയൊക്കെ കഴുകിയെടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തൂവിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് എണ്ണ തൂവി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. കൂടുതൽ വലുതാക്കണ്ട. നമ്മളിതാ ഇതുപോലെ ചെറിയ ബോൾസ് നമ്മൾ കുപ്പിക്കനുസരിച്ച്, കുപ്പിയുടെ കഴുത്തിനനുസരിച്ചിട്ടുള്ള വായ്ക്കനുസരിച്ചിട്ടുള്ള ഇതെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. കണ്ടല്ലോ, നമ്മൾ ആ ബോൾസിൽ ഇതുപോലെ ഒന്ന് കുപ്പി ഒന്ന് കുത്തി കൊടുത്തപ്പോൾ ഇതുപോലെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഷേപ്പിലാകുമ്പോൾ നമുക്ക് സൈഡിലേക്കൊക്കെ മസാല പിടിച്ച് കിട്ടും ചെയ്യും. എല്ലാ ഭാഗത്തും മസാല പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഞാൻ ക്യാമറയുടെ മുമ്പിലായി കുപ്പി വന്നോണ്ട് നിങ്ങൾക്കത് കുത്തിയെടുക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ഇതുപോലെ ഈ കുപ്പിയുടെ മൂടിയില്ലാണ്ട് ഇതിൽ കുറച്ച് എണ്ണ വേണമെങ്കിൽ തൂവി കൊടുക്കാം, ഇതുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ബൗൾസും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കൊട്ടിയെടുത്താൽ മതി. കണ്ടല്ലോ, അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഷേപ്പിൽ കിട്ടും. കണ്ടല്ലോ, നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പായി കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സോഫ്റ്റിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പ്ലേറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് എണ്ണ തൂവി കൊടുക്കാം കേട്ടോ. വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് മേലെ വെച്ചിട്ടാണ്
ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് എണ്ണ ചെറുതായിട്ട് തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടി പിടിക്കൂല. അപ്പോൾ ഞാൻ രണ്ടിലും ഇതുപോലെ ഒന്ന് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ 2 ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പ്രാവശ്യമായിട്ട് ആവി കയറ്റാനുണ്ട് കേട്ടോ. മൊത്തത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാത്തിലും ആവി കയറിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ബാക്കിയുള്ളതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് ഇതിലൊരു മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ മസാലക്കൂട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൂടി ആകുമ്പോൾ നമുക്കിത് ചപ്പാത്തി പിന്നെ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കി കഴിക്കില്ല. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഇതാവുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നെടുക്കാം. ഇതൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി നമുക്കിത് ഇതിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമുക്കൊക്കെ വേറിട്ടിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നല്ല വായിലിട്ട് അലിഞ്ഞു പോകും. നമ്മൾ ചോറ് ചേർത്തുകൊണ്ടാണ് ഇത് ഇത്രയും സോഫ്റ്റ്. അതല്ല നമ്മൾ വെറും ഗോതമ്പ് പൊടി ആയിട്ടുണ്ടെങ്കിൽ ഇത്ര സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും വില ഉണ്ടാവില്ല. ആർക്ക്, കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് സൺഫ്ലവർ ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്താൽ മതി, കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് പാനിലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. നമ്മൾ നുറുക്കിയെടുക്കണമൊന്നുമില്ല, ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ്, കൂടുതലൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒരു സവാള മാത്രം മതി, ഒരു മീഡിയം സൈസ്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 1 മിനിറ്റ് 1.5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് 4 5 അണ്ടിപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പാണ് ഉള്ളത് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചെടുത്തതാണ്. ഇത് നമ്മളെ ഷെയ്ക്കിലേക്ക് വേണ്ടി പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 4 5 അണ്ടിപ്പരിപ്പ് അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുളക് പൊടി, കശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല കളറിന് വേണ്ടിയിട്ട്. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാകും, അതിലത്തെ 1 എടുത്താൽ മതി. 1 ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളെ കയ്യിൽ മാഗി ക്യൂബ് ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇരിക്കേണ്ട. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൂടി ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ വെളുത്തുള്ളി വഴറ്റിയെടുക്കുമ്പോൾ കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു പിടിയോളം, ചെറിയൊരു പിടിയോളം, ഒരു 10 15 പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടി ഇളക്കി എടുത്തിട്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതാ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മസാല ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഈ പാനിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൊണ്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഇത് അടുപ്പത്ത് കടന്ന് ഒന്ന് തിളച്ച് വരട്ടെ. കൂടുതൽ നേരം ഒന്ന് വഴറ്റിയെടുക്കണ്ട, ഈ മിക്സ് ഒന്ന് തിളച്ച് വന്നാൽ മതി. നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ അത്ര കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂണിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ 4 ടേബിൾ സ്പൂണോളം നമ്മൾ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മുടെ മാഗി ക്യൂബിലൊക്കെ ഉപ്പുണ്ട്, നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഉപ്പുണ്ടോയെന്നൊന്ന് നാമച്ച് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്ത ഇതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാലയിൽ ഇത് ചേരുമ്പോൾ നമ്മൾ ഇനി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി നമ്മൾ ബുദ്ധിമുട്ടേയില്ല. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റുമാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത മിക്സ് കേട്ടോ. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.25 ടീസ്പൂണ് ചില്ലി ഫ്ലാക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അര ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ പാകത്തിന് എരിവാണ് കേട്ടോ. ഇത് നല്ല എരിവൊന്നുമില്ല, എന്നാൽ പാകത്തിന് എരിവുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ കണ്ടല്ലോ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇതിൽ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ മല്ലിയില കൂടി തൂക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല, നല്ല ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി വന്ന ചോറൊക്കെ വെറുതെ കളയണ്ട, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എത്ര വേണമെങ്കിലും കഴിച്ചു പോകും. കുട്ടികളൊക്കെ സ്കൂളില്ലാത്തപ്പോൾ ഇത് ഞാൻ വീട്ടിലിരിക്കല്ലേ, അപ്പോൾ എന്തുണ്ടാക്കി കൊടുക്കും എന്നുള്ള ടെൻഷനേ വേണ്ട. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോടും. ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.